അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്ത കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ട് പോകാം. ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. YS അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള വിവരം വരുന്നു. ആശുപത്രിയിൽ തുടരുകയാണ്. അണുബാധയാണ് പ്രധാനമായിട്ടും. വിദഗ്ധ ചികിത്സ പുരോഗമിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് സർ ഗംഗാറാം ആശുപത്രി അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിൽ തുടരുന്നു. ഇന്നലെ സോണിയാഗാന്ധി ആശുപത്രിയിൽ തുടർന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് കോഴിക്കോട് വരാൻ പറ്റാതെ പോയത്. അപ്പോൾ YS അഭിനന്ദ് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അഭിനന്ദ്, എങ്ങനെയുണ്ട് സോണിയാഗാന്ധിയുടെ ആരോഗ്യനിലയിൽ? നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്, അത് അല്പം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ക്രിട്ടിക്കലായി തന്നെ തുടരുകയാണോ? എന്താണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം അഭിനന്ദ്? അരുൺകുമാർ, ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് സർ ഗംഗാറാം ആശുപത്രി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആമാശയത്തിലും മൂത്രനാളത്തിലുമാണ് അണുബാധ ഏറ്റിട്ടുള്ളത്. ചെറിയ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇന്നും പരിശോധനകൾ തുടരും. 2 ദിവസത്തെ നിരീക്ഷണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുകയാണെന്നും ഇന്നലെ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് 11:30 ഒരു പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരുന്നുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ലഭ്യമാവുക. അതായത് ചൊവ്വാഴ്ച രാത്രി 10:15 സർ ഗംഗാറാം ആശുപത്രിയിലേക്ക് സോണിയാഗാന്ധി പ്രവേശിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിലും ചികിത്സ തേടിയിരുന്നു. ഇപ്പോൾ വായു മലിനീകരണത്തിനൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം മൂർച്ഛിക്കുന്നതെന്ന് കണക്കിലെടുത്തുകൊണ്ട് സോണിയാഗാന്ധി അധികം പൊതുപരിപാടികളിലൊന്നും സജീവമായിരുന്നില്ല. അങ്ങനെ മെനഞ്ഞാന്നാണ് ഇത്തരത്തിലേക്ക് വീണ്ടും ഒരു അഭിനന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. താങ്ക് യു അഭിനന്ദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ